സ്ലം ഡോഗ് മില്ലിയനയർ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിൻ്റെ അകത്ത് പുള്ളി ആ കോമ്പറ്റീഷനിൽ വിജയിക്കുന്നത് പുള്ളിക്ക് നോളജ് ഉണ്ടായിട്ടല്ല. പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ആക്ച്വലി പുള്ളിയുടെ ലൈഫ് എക്സ്പീരിയൻസിൽ പുള്ളി എവിടെയെങ്കിലും കണ്ടു മറന്നിട്ടുള്ള ഒരു സംഭവമാണ്. ചായക്കടയിൽ ബോണ്ട് എടുത്തുകൊണ്ട് എന്റെ കോറിയോളിസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതിലൂടെയാണ് ഈ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഒരിക്കൽ പോലും ഈ പ്രിലിംസ് പോലും പാസ്സായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മെയിൻ പ്രശ്നം. ഈ പ്രിലിംസിൽ സിസാറ്റ് എന്ന് പറയുന്ന പേപ്പറിന് അത്ര ഭയമില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും? വെൽക്കം വ്യൂവേഴ്സ്. So this is the second episode of our podcast series The Journey. So ഇന്നത്തെ ഗസ്റ്റ്, സ്പോയിലർ അലേർട്ട്, ഓൾറെഡി നിങ്ങൾ ടൈറ്റിൽ നിന്ന് കണ്ടു കാണും, പോൾസൺ സാർ ആണ്. സോ വിതൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് ഡയറക്ട്ലി പോഡ്കാസ്റ്റിലോട്ട് പോകാം. സോ പോൾസൺ സാർ, എങ്ങനെ പോകുന്നു? സുഖം. പോൾസൺ സാർ നമ്മുടെ എസ്റ്റീംഡ് ഫാക്കൽറ്റി ആണ്. പുള്ളിക്കാരൻ 4 തവണ മെയിൻസ് എഴുതിയും അതുപോലെ തന്നെ IB ജോലി കിട്ടിയും പിന്നെ KS മെയിൻസ് എഴുതിയും ഇൻഫോസിസിൽ ജോലി കിട്ടിയിട്ടും സാറിന് ടീച്ചിങ്ങിൽ കൂടുതൽ പാഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ അക്കാഡമിയിലുള്ള എസ്റ്റീംഡ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരുടെ വിശേഷങ്ങളിലേക്ക് തുടങ്ങാം. സാർ, എങ്ങനെ പോകുന്നു ഇവിടുത്തെ ലൈഫ് ലെജൻഡറി ഏസ് മെന്ററിൽ? മെന്റർഷിപ്പും ഇതൊക്കെ ആയിട്ട് കുട്ടികളുടെ ജോലിയായിട്ട് പോകുന്നു. സാർ ഇസ് നോ ജോക്ക്. സോ ഈ മീൻസ് ബിസിനസ് ആക്ച്വലി 4 തവണ മെയിൻസ് എഴുതിയും അതുപോലെ തന്നെ KSൽ ഐ തിങ്ക് മീൻസ് എഴുതാൻ പറ്റി. പിന്നെ IB ജോയിൻ ചെയ്യാനുള്ള എല്ലാം വന്നേ. പക്ഷെ പുള്ളിക്കാരന് മതി, എനിക്ക് ടീച്ചിങ് മതി എന്ന് പറഞ്ഞ് ടീച്ചിങ്ങിലോട്ട് വന്നൊരു എസ്റ്റീംഡ് ഫാക്കൽറ്റിയാണ് ഇവിടുത്തെ. അപ്പൊ പുള്ളിക്കാരനെ പറ്റി എനിക്ക് ബാക്ക് സ്റ്റേജ് വി വർ ഡിസ്കസിങ് അബൌട്ട് സാർസ് ജേർണി. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ 1 മന്തിലാണ് ഫിലിംസിന്റെ കട്ട് ഓഫിന്റെ നിയർലി എത്തുന്നത്. അതായത് ഒരു 1 മന്തിൽ സാർ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സ്റ്റോറി എങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് സാർ പ്രിപ്പയർ ചെയ്ത? ആക്ച്വലി ഞാൻ അന്ന് ഇൻഫോസിസിൽ പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പോൾ ഇൻഫോസിസിലേക്ക് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കന്ന്. പക്ഷെ അതിന്റെ ഒരു രീതി പറയുകയാണെങ്കിൽ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് പണ്ട് എനിക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ജോലിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് what I was passionate about was an engineering job. Most probably ഒരു IT സെക്ടറിൽ വർക്ക് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പല സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ട ഒരു ഇത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം വരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗിലേക്ക് വന്നു. എഞ്ചിനീയറിംഗിന്റെ സത്യാവസ്ഥ മനസ്സിലായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് IT സെക്ടറിലേക്കുള്ളൊരു ജോലിയോടെ ഒരു ഇൻട്രസ്റ്റ് വന്നില്ല. അപ്പോ ഇൻഫോസിസിൽ പ്ലേസ്ഡ് ആയി. അപ്പൊ പോണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്കൊരു ചെറിയ സിവിൽ സർവീസിലേക്ക് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്ന് വന്ന് തുടങ്ങിയായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റ്. പക്ഷെ പ്ലേസ്ഡ് ആയി, ഇനി ജോലിക്ക് കയറണം, ട്രെയിനിങ്ങിന് കോൾ ലെറ്റർ വന്നപ്പോൾ ഇനിയിപ്പോ ജോയിൻ ചെയ്യാൻ ഡേറ്റും വന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പോയാലോ എന്നുള്ളൊരു ആലോചനയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പൊ ഞാൻ തീരുമാനിച്ചു, എന്നാ പിന്നെ വേണ്ട, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ജോലിയിലേക്ക് പോയിട്ട് കാര്യമില്ല. എനിക്കിപ്പോ പാഷനേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സിവിൽ സർവീസ് ആണ്. അപ്പൊ സിവിൽ സർവീസിന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളന്ന് എഞ്ചിനീയറിംഗിനൊക്കെ നമ്മൾ ഫൈനൽ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ സെം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വൈവ ഒക്കെ ഉണ്ടാവും. ഒരു 1 മന്ത് എടുക്കും. അത് 1 മന്തിന്റെ ആ ഗ്യാപ്പില് ആക്ച്വലി ആ സമയത്ത് പ്രിലിംസ് അടുക്കാറായി. പ്രിലിംസിനൊരു 2 മന്ത്സ് കഷ്ടിച്ച് 2 മന്ത്സ് എങ്ങാണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു ആ പ്രിലിംസിന്. ഞാൻ അത് അപ്ലൈ ചെയ്തായിരുന്നു. ഓൾറെഡി മൈ സിസ്റ്റർ വാസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ്. അപ്പോൾ പുള്ളിക്കാരുടെ കൂടെ ഞാനൊന്ന് എഴുതിയേക്കാന്ന് വിചാരിച്ചു നേരത്തെ അപ്ലൈ ഒക്കെ ചെയ്ത് വെച്ചായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ വൈവയുടെ ഒരു 1 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ ചുമ്മാ NCERTs ഒക്കെ അങ്ങ് വായിച്ചു. എല്ലാ NCERTസും വായിച്ചങ്ങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ നേരെ പ്രിപ്പറേഷനിലേക്ക് വന്നു. 1 മന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോമൽ പ്രിപ്പറേഷനിലേക്ക്. അപ്പൊ ഒരു 1 മന്ത് ഫോമൽ പ്രിപ്പറേഷനിലേക്ക് വന്നുള്ളൂ. പിന്നെ പ്രിലിംസ് വന്നു. പ്രിലിംസ് ആ വർഷം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഐ വാസ് ക്ലോസ് ഇനഫ്. സാർ, ഈ പ്രിപ്പറേഷൻ NCERT വേറെ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്ത? NCERT മാത്രം? ഇല്ല, ആ മന്ത് ഫസ്റ്റ് പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ NCERT മാത്രമേ വായിച്ചിട്ടുള്ളൂ. പിന്നെ ആ 1 മന്തിന്റെ ഒരു ഗ്യാപ്പില് നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു. സാർ, ഇപ്പം സ്റ്റുഡൻസിൽ നമുക്ക് കണ്ടുവരുന്ന സാധ്യത, അതായത് ഒരു 1 ഇയർ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ പലരും പ്രിലിംസ് 4-5 തവണ കയറാതെ പോകുന്ന സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ സാർ NCERTയും അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് വെച്ച് അത്രയും ഗ്യാപ്പ് ക്ലോസ് ചെയ്തെടുക്കുക, അതായത് 1 ഇയർ 2 ഇയർ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരെ കാട്ടിലും ഒരു എഡ്ജ് സാറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സാർ വിശ്വസിക്കുന്നത്? അത് I would say that ഈ സിവിൽ സർവീസ് എന്ന് മാത്രമല്ല, ഏതൊരു എക്സാം ആണെങ്കിൽ പോലും ആ എക്സാമിനെ ആദ്യം മനസ്സിലാക്കുന്നതിലാണ് കാര്യം.
പിന്നെ ഒരു കാര്യം, കുറെ ആളുകൾക്ക് ഈ എക്സാമിന് ഈ പറയുന്ന സിവിൽ സർവീസിനോട് ഇൻട്രസ്റ്റ് ആൻഡ് പാഷനേറ്റ് ആണെങ്കിൽ പോലും എക്സാമിന് പല ആളുകൾക്കും ഭയമാണ്. അപ്പൊ എക്സാമിനെ ഫേസ് ചെയ്യാൻ പ്രിലിംസിന് പോകുമ്പോൾ തന്നെ വിറച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ ആ എക്സാമിനോടുള്ള ഒരു ഭയം അതിന്റെ ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഈ എക്സാം എന്താണെന്ന് മനസ്സിലാക്കാൻ പല ആളുകൾക്കും പറ്റാത്തത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണിത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽസേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നു. അതായത് നമ്മുടെ സ്കൂൾ ലെവലിലുള്ള നോളജിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ അതിന് കുറച്ചുകൂടി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പം മുതലേ സിനിമയും കാർട്ടൂണും അങ്ങനെയുള്ള പല സാധനങ്ങളും കണ്ടു വളർന്ന ആളുകൾക്ക്, അതായത് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു വളർന്ന ആളുകൾക്ക് പെട്ടെന്ന് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളെ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ചിലപ്പോൾ ഗോവിന്ദ് നമ്മുടെ സ്ലം ഡോഗ് മില്ലിയനേഴ്സ് സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിൻ്റെ അകത്ത് പുള്ളി ആ കോമ്പറ്റീഷനിൽ വിജയിക്കുന്നത് പുള്ളിക്ക് നോളജ് ഉണ്ടായിട്ടല്ല. പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ആക്ച്വലി പുള്ളിയുടെ ലൈഫ് എക്സ്പീരിയൻസിൽ പുള്ളി എവിടെയെങ്കിലും കണ്ടു മറന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയാണ് പുള്ളി ആക്ച്വലി ആ സിനിമയിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അങ്ങനെയാണ് പുള്ളി ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് പുള്ളി അവസാനം അതിൻ്റെ അത് കൊടിവതിയാവുന്നത്. ആക്ച്വലി ഇതുപോലെ തന്നെയാണ് ഈ എക്സാമിന്റെ ഒരു കാര്യം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സിലബസ് തന്നിട്ടുണ്ട്. ഈ സിലബസിൽ നമ്മൾ കുറെ ബേസിക് സാധനങ്ങൾ, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി എടുക്കുക. കാണാതെ പഠിക്കുന്നത് വർക്കൗട്ട് ആവില്ല. അപ്പൊ നമ്മൾ ഈ സ്കൂളിലും കോളേജിലും നമുക്ക് മലയാളികൾ നല്ല പൊതുവെ ഇന്ത്യക്കാരായിട്ടുള്ള, അതിനും എസ്പെഷ്യലി മലയാളികളായിട്ടുള്ള കുട്ടികളുടെ ഉള്ളൊരു പ്രധാന ട്രെയിറ്റ് എന്ന് പറയുന്നത് കാണാതെ പഠിക്കുക. എക്സാമിന് വേണ്ടി കാണാതെ പഠിക്കുക. പഠിച്ചത് എന്താന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. ജസ്റ്റ് കാണാതെ പഠിച്ചാൽ കഴിയുക. അപ്പൊ ആ ഒരു മെത്തേഡ് സിവിൽ സർവീസിന് വർക്ക് ചെയ്യുക. പഠിക്കുന്ന സാധനം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, സിനിമകളിൽ കണ്ട കാര്യങ്ങൾ, കാർട്ടൂണുകളിൽ കണ്ട കാര്യങ്ങൾ, എവിടെയെങ്കിലും ആരെങ്കിലും കേട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതിലൂടെയാണ് ഈ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നതും അങ്ങനെയാണ്. സാറ് നേരത്തെ സിസ്റ്ററിനെ പറ്റി പറഞ്ഞു. അപ്പം നിങ്ങൾ ആക്ച്വലി ഒരു ഗ്രൂപ്പായിരുന്നു, സിസ്റ്റർ, പിന്നെ സർ, പിന്നെ ഒറസ്റ്റർ സാർ, ഇവിടുത്തെ മെന്റർ ആയിട്ടുള്ള. അപ്പം ഈ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണ് സാർ ഈ ഒരു എക്സാമിൽ സാറിന് ഫേസ് ചെയ്തിട്ടുള്ളത്? അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടോ? അപ്പം അതിന് ഡിസഡ്വാൻറ്റേജ് ആണോ? ശരിക്കും ഇപ്പോഴത്തെ കുട്ടികളെ തന്നെ നമുക്ക് കാണാം, പല അക്കാഡമി വന്നു ഓവർ സോഷ്യലൈസിംഗ് പോവുകയും റിയലി ഡീവിയേറ്റിംഗ് ഫ്രം ദേ ഗോൾ. സിവിൽ സർവീസ് അല്ല, പിന്നെ ഒരു കോളേജ് വൈബ് ആയിട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ സാറിന്റെ കാലത്ത് സാർ ഇത്രയും എക്സാം എഴുതിയപ്പോൾ സാർ ഇത്രയും എഡ്ജ് ഉണ്ടായത് പിയർ ഗ്രൂപ്പിന്റെ സഹായത്തോടാണോ? ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ പറയും. കാരണം പിയർ ഗ്രൂപ്പ് ഒരു വലിയ ഫാക്ടറാണ്. ഞാൻ ഇപ്പൊ ഗോവിന്ദ് ചോദിച്ച ചോദ്യത്തിലൊരു കാര്യമുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന കാലത്ത് ഈ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിൽ കുറച്ചുകൂടി ഒരു സീരിയസ്നെസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോളേജ് വൈബ് പല കുട്ടികളിലും ഉണ്ട്. ചിലപ്പോ കോളേജിൽ പഠിക്കുന്നത് പോലെ തന്നെ ഒരു ജോലി അടിക്കാൻ വേണ്ടി വരുന്ന ഒരു രീതിയിൽ പലപ്പോഴും ചില ആസ്പിരൻസ് അങ്ങനെയുണ്ട്. അപ്പൊ ഒരു സീരിയസ്നെസിന്റെ ഒരു കുറവ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ന്യൂ ആസ്പിരൻസിന്റെ ഇടയിൽ നമ്മൾ കാണാറുണ്ട്. എന്നാലും ഉണ്ട് കേട്ടോ, നല്ല സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസ് ഉണ്ട്, എല്ലാം നമ്മൾ പറയുന്നില്ല. അപ്പൊ പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്റെ ഇനീഷ്യൽ പ്രിപ്പറേഷന്റെ കാലത്ത് എനിക്ക് ലഭിച്ച പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പിയർ ഗ്രൂപ്പ് ആയിരുന്നു. അത് ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മള് ഫ്രണ്ട്സ് പോലെയാണല്ലോ. അപ്പൊ നമ്മൾ പലപ്പോഴും തമാശകൾ പറയും, കളിയാക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ പറയുന്ന എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ അതിനെ സ്റ്റഡീസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നോക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് വൈകുന്നേരം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റീഡിംഗ് റൂമിൽ ഇരുന്ന് പഠിക്കും. വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് 4 മണിയാകുമ്പോൾ ഒരു ബ്രേക്ക് ആയിട്ട് ചായ കുടിക്കാനായിട്ട് പോകും. ചായ കുടിക്കാൻ പോകുമ്പോൾ പോലും നമ്മള് ഈ പറയുന്ന പഠിച്ച കാര്യങ്ങളെ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ചായക്കടയിൽ ബോണ്ട് എടുത്തുകൊണ്ട് എന്റെ കോറിയോളിസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ നമ്മുടെ പിയർ ഗ്രൂപ്പ് നമ്മളെ ഒരുപാട്
ഹെൽപ്പ് ചെയ്യും. അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ കൂടെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇനീഷ്യലി പഠിക്കുന്ന ഇനീഷ്യൽ കാലഘട്ടത്തിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ആനന്ദ്, ഹീസ് നൗ ഇൻ സർവീസ്. ഓക്കെ. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു പ്രിലിംസിന്റെ കേസിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ആർക്കാണെങ്കിലും ഒരു മാർക്ക് കിട്ടുന്നത്. അതൊരു അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല, ജസ്റ്റ് ഒരു ജോലി എന്നല്ല, ഒരു ഫൺ എന്ന നിലയിൽ. അപ്പൊ അത് ആക്ച്വലി നമുക്കൊരു രസമായിരുന്നു അത്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു എന്റെ ഇനീഷ്യൽ കാലത്തെ പ്രിപ്പറേഷൻ. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയിലേക്ക് ഞാൻ കാണുന്ന ആസ്പിറൻസിന്റെ ഇടയിൽ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പോലും ആളുകൾക്കൊരു ഭയമാണ്. ഇപ്പൊ ഒരാള് കാഷ്വലി ഒരു ഫെലോ ആസ്പിറന്റ് ഒരാളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം അവർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് ടെൻഷനാണ്. അപ്പൊ അത്രയും മനക്കെട്ടി കുറവാണ് ഇപ്പൊ ഉള്ള പല ആസ്പിറൻസിൽ. ആ മനക്കെട്ടി കുറവാണ്, എന്താണെന്നറിയില്ല. ചിലപ്പോ അത് കാലത്തിന്റെ ഫിയർ തന്നെ ഇൻഹിബിഷൻ ആവുന്ന ചിലപ്പോ ആയിരിക്കാം. എസ്പെഷ്യലി കോവിഡിന് ശേഷമാണ് അത് കൂടുതലും കാണുന്നത്. കോവിഡിന്റെ വല്ലോ ഇമ്പാക്ട് ആണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. സാർ, പിന്നെ ഒരു കാര്യം, അതായത് ഇപ്പം സാർ കോളേജ് ലൈഫിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാർ ഇതുപോലെ കോളേജിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഇറങ്ങി 1 മന്തിൽ തന്നെ സാറ് പ്രിലിംസിന്റെ കട്ട് ഓഫിനോട്ട് എടുക്കുകയാണ്. അപ്പോഴത്തേക്കും സാറിന് ആ മൊമെന്റം കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത് കോളേജ് വൈബ് എന്നുള്ള മൊമെന്റം ബ്രേക്ക് ചെയ്യും, പിന്നെ സിവിൽ സർവീസിന്റെ മോഡിലോട്ട് കയറിയും നല്ല ഫോക്കസ്ഡ് ആയിട്ട് 1 മന്ത് കൊടുക്കാനും സാറിന് പറ്റി. അപ്പൊ ഇപ്പൊ വരുന്ന കുട്ടികളിൽ നമുക്ക് ഈ ട്രെൻഡ് സാർ എസ്പെഷ്യലി കാണുന്നതാണ്, കോളേജ് വൈബിൽ തന്നെ പോവാണ്. അപ്പൊ അവർക്ക് അതെങ്ങനെ ബ്രേക്ക് ചെയ്തൊരു അക്കാഡമിക് അല്ലെങ്കിൽ സിവിൽ സർവീസിലോട്ട് കയറുമ്പോൾ മൈൻഡ് സെറ്റ് മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ ശരിക്കും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും? ഓക്കെ ഗോവിന്ദ്, അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ആസ്പിറൻസിന് കോളേജ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്ന ആസ്പിറൻസ് ആണ് ആക്ച്വലി കുറച്ചുകൂടെ ഒരു സീരിയസ്നെസ് എന്നല്ല, പഠിക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സാധിക്കുന്നത് അങ്ങനത്തെ ഉള്ള സ്റ്റുഡൻസിനാണ്. നമ്മളിപ്പോ ഈ വർക്ക് ചെയ്തിട്ടൊക്കെ വരുന്ന ആസ്പിറൻസ് ഉണ്ടാവും, ജോലി രാജിവെച്ചിട്ടൊക്കെ വരുന്നത്, അവർക്ക് സ്റ്റഡീസിൽ തന്നെ ഒരു 2-3 വർഷമൊക്കെ ബ്രേക്ക് വന്നിട്ടുണ്ടാവും. സോ ദേ കനോട്ട് ഗെറ്റ് ഇൻ ടു ദിസ് ട്രാക്ക് ആസ് ഈസി ആസ് ദി അതേഴ്സ് ഡു. സോ കോളേജ് കഴിഞ്ഞിട്ട് വരുന്നവർക്കാണ് ആക്ച്വലി സിവിൽ സർവീസ് ഏറ്റവും ആപ്റ്റ്, ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർക്കാണ്. പിന്നെ സീരിയസ്നെസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കോളേജ് വൈബിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഒരു ഡിമാൻഡ്, കോളേജിലെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി കിട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ഡിമാൻഡ്. ആ ഡിഗ്രി വെച്ചൊരു ജോലി ഉണ്ടാക്കുക. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ലൈഫ് മാറ്റേഴ്സ്. അപ്പൊ ഇവിടെ ഒരു സീരിയസ്നെസ് വേണം. അപ്പോ നമ്മൾ എന്തിനാണ് വന്നത് എന്ന ഉള്ളൊരു റിയലൈസേഷൻ സ്റ്റുഡൻസിന് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി സീരിയസ്. ഓക്കെ. പിന്നെ ഇനിയിപ്പോ ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട്, ഞാൻ മാത്രമല്ല ഇവിടെയുള്ള ഒരു ആസ്പിറൻസ് പോലും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാം മാറ്റി വെച്ചിട്ട് പഠനം എന്ന് മാത്രമായിട്ട് ഇരിക്കത്തൊന്നുമില്ല. അവർ ആക്ച്വലി അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്, അവരും എൻജോയ് ചെയ്യുന്നുണ്ട്, പഠനം അതിന്റെ കൂടെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വേണം, അതല്ല ഒരു മനുഷ്യന് ഇതൊക്കെ വേണം, അല്ലാതെ പഠനം മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കില്ലേ. ഓക്കെ സാർ, അപ്പൊ സാറ് നമ്മുടെ മെയിൻ സ്റ്റോറിയിലോട്ട് വരുന്നത് മെയിൻസ് 4 തവണ എഴുതുകയുണ്ട്. അപ്പം അതില് ശരിക്കും സാറിന് ലാക്കിംഗ് ആയിട്ട് തോന്നി, അതായത് ഇന്റർവ്യൂവിൽ പോകാൻ പറ്റാതൊരു അവസ്ഥയിലോട്ട് ചില സമയത്ത് വന്നിട്ടുണ്ടാവും. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും സാർ? അത് എന്തായിരിക്കും സാറിന്റെ മെന്റർഷിപ്പിലെ ഫോൾട്ട് ആണോ, അതോ സാർ ആ മിസ്റ്റേക്സിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുകയുണ്ടായത്? അതുപോലെ തന്നെ സാറ് അടുത്ത ഒരു സ്റ്റുഡന്റ് വരുമ്പോൾ ഈ മെയിൻസിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ, സാറിന് സംഭവിച്ച പ്രോബ്ലംസ് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ പ്രിലിംസ് പാസ്സാകുന്നത് ഒരു 15,000 പേരാണ്. അതിൻ്റെ അകത്തും അത് കഴിഞ്ഞ് മെജോറിറ്റി ആൾക്കാരും കാല് തട്ടി വീഴുന്നത് മെയിൻസിനാണ്. എന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ആക്ച്വലി എന്റെ ഇഷ്യൂസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് വർക്ക്ഔട്ട് ചെയ്തത്. അതായത് അത് ആക്ച്വലി നല്ല കാര്യമല്ല, നമ്മൾ ഓരോ ചാൻസ് എടുത്തിട്ടാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4-5 അറ്റംപ്റ്റൊക്കെ പോകുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഞാൻ തുടങ്ങുന്ന കാലത്തൊക്കെ ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ പിയർ ഗ്രൂപ്പ് തന്നെയാണ് നമ്മളെ പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇഷ്യൂസ് നമ്മൾ ഇങ്ങനെ ഓരോ ചാൻസ് എടുത്ത് നമ്മുടെ ഇഷ്യൂസ് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് ചാൻസ് തീർന്നു പോകും. അങ്ങനെയാണ് മെജോറിറ്റി ആസ്പിറൻസും ഒരു കാലം വരെയുള്ള മെജോറിറ്റി ആസ്പിറൻസിന് പറ്റിയൊരു കാര്യം അതാണ്. അവരുടെ ഇഷ്യൂ അവരുടെ മെയിൻസിന്റെ ഓരോ പേപ്പർ സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഓപ്ഷണൽ സ്പെസിഫിക് ആയിട്ടോ അവർക്ക് വരുന്ന ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവർ കുറച്ച് സമയം എടുക്കുന്നു. അപ്പോ ഇന്നത്തെ കാലത്തെ ആസ്പിറൻസിന് പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് നല്ല രീതിയിൽ എല്ലായിടത്തും വ്യാപകമായിട്ടുണ്ട്. ഇവന്തോ അതിൻ്റെ അകത്ത് പോരായ്മകൾ പല ഏറ്റക്കുറച്ചിലുകളും ഉണ്ട്. ചില മെന്റർഷിപ്പിന്റെ അകത്ത് പല ഇഷ്യൂസ് ഉണ്ട് പല സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കുറെ പാഠങ്ങളുണ്ട്. ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ കുറെ തെറ്റുകളുണ്ട്. ഈ തെറ്റുകള് എന്റെ മുമ്പിൽ വരുന്ന ഒരു ആസ്പിറന്റ് അടുത്ത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
അവരുടെ ഒരു മെയിൻസ് ആൻസർ കറക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആൻസർ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പണ്ട് വരുത്തിയ കുറെ തെറ്റുകൾ എനിക്ക് അതിന്റെ അകത്ത് വ്യക്തമായിട്ട് കാണാം. ഓക്കെ, അപ്പൊ എനിക്കിത് പറഞ്ഞു കൊടുക്കാം, യു ഷുഡ് നോട്ട് ഡു ദിസ്, ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോ നമ്മുടെ മിസ്റ്റേക്സ് ആണ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ഹെൽപ്പ്. സാർ ഇപ്പം ഇത്രയും കോമ്പറ്റേറ്റീവ് എക്സാംസ് സാർ എഴുതിയിട്ടുണ്ട് ഓവർ ദ കോഴ്സ് ഓഫ് യുവർ കരിയർ. അപ്പൊ ഇതിലെല്ലാം സാറിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇത് കിട്ടും, അടുത്ത് എഴുതാം. അപ്പം നമുക്ക് ഇപ്പൊ തന്നെ പല കുട്ടികളും പല സ്റ്റുഡൻസും പരീക്ഷ എടുക്കുമ്പോൾ നല്ലൊരു ഇൻസെക്യൂരിറ്റി കാണിക്കുന്നുണ്ട്, എനിക്കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുമോ. പലരും അറ്റംപ്റ്റ്സ് കൊടുക്കാതിരിക്കുന്നു ഇൻസെക്യൂരിറ്റിയുടെ ബേസിൽ. ഇൻസെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് ഏതപ്പം? പഴയ എക്സാം പേപ്പറല്ല, ദർ ആർ സോ മെനി എക്സ്ക്യൂസസ്. 2023 തൊട്ട് മാറി, ഇപ്പൊ പെയർ ക്വസ്റ്റനാണ് വരുന്നത്, അതാ വരുന്നത്. കുട്ടികൾക്ക് ഇൻസെക്യൂരിറ്റി കണ്ടുപിടിക്കാൻ കുറെ പുതിയ കാര്യങ്ങളായി. ഇതെല്ലാം സാറിന് ഹാൻഡിൽ ചെയ്യാൻ സാർ എങ്ങനെയാണ് ശരിക്കും വന്നത്? ആക്ച്വലി മെജോറിറ്റി ഓഫ് ദ ആസ്പിരൻസിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവർ എക്സാമിനെ പഠിക്കുന്നതിന് പകരം അവരുടെ ഇൻസെക്യൂരിറ്റീസ് കണ്ടുപിടിക്കലാണ് അവരുടെ മെയിൻ തൊഴിൽ. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോ ഈ എക്സാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ എക്സാം പാസ്സാകാനായിട്ട് നമുക്കൊരു നാക്കുണ്ട്. ആ എക്സാമിനെ ആദ്യം പഠിച്ചാൽ മതി. എക്സാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ പ്രിലിംസിന്റെ രീതി എങ്ങനെയാണ്, പ്രിലിംസ് എങ്ങനെ പാസ്സാകാം, അതിന്റെ ആ നാക്ക് ആദ്യം മനസ്സിലാക്കുക. മെയിൻസ് എങ്ങനെ പാസ്സാകാം, ആ നാക്ക് കിട്ടുക. ഇത് കിട്ടുന്നവരാണ് ആദ്യത്തെ 1-2 അറ്റംപ്റ്റ്സിലൊക്കെ കയറി പോകുന്നത്. പെട്ടെന്ന് കത്തുന്നവരുണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ കത്തി കയറി പോകുന്നവര് അവർക്ക് അതിൻ്റെതായ പല ഫാക്ടേഴ്സും ഉണ്ട്. അതിന്റെ ഫോർ എക്സാമ്പിൾ അവരുടെ സോഷ്യൽ കോഷ്യന്റ് ആണ് അതിനെ പലപ്പോഴും പല ആളുകളെയും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മെജോറിറ്റി ഓഫ് ദ ആസ്പിരൻസിനും ഇൻസെക്യൂരിറ്റീസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഒരിക്കൽ പോലും, മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഒരിക്കൽ പോലും ഈ പ്രിലിംസ് പോലും പാസ്സായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മെയിൻ പ്രശ്നം. അത് പാസ്സാകാത്തതുകൊണ്ട് തന്നെ അവർക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ. അതാണ് ഗോവിന്ദ് നേരത്തെ പറഞ്ഞത്. അപ്പൊ എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ള അവർക്കുള്ള പേടിയുണ്ട്. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ചില ആസ്പിരൻസ്, എസ്പെഷ്യലി ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്ന ആസ്പിരൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IITയോ NITയോ CET പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള ആസ്പിരൻസിന് ഈ പ്രിലിംസിൽ CSAT എന്ന് പറയുന്ന പേപ്പറിന് അത്ര ഭയമില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും? കാരണം അവരൊരിക്കലും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ CSAT മോഡലിലുള്ള ഒരു പരീക്ഷ പാസ്സായതിനു ശേഷമാണ്, നല്ല റാങ്കോടുകൂടി പാസ്സായതിനു ശേഷമാണ് അവർ എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ അവർക്കറിയാം ഈ പരിപാടി നമുക്ക് അവരെക്കൊണ്ട് പറ്റും. അതുകൊണ്ട് അതിൽ അവർക്ക് പ്രശ്നമില്ല. എന്നാൽ ആ പേപ്പർ 1ന്റെ അകത്ത് ആ മോഡലിലുള്ള ഒരു എക്സാം ഇന്നേ അവർ പാസ്സായിട്ടില്ല. അതുകൊണ്ട് ദേ ഡൗട്ട് ദംസെൽഫ്, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ. ആ ഭയത്തിൽ നിന്നാണ്, ആ സെൽഫ് ഡൗട്ടിൽ നിന്നാണ് ഈ ഇൻസെക്യൂരിറ്റീസ് വരുന്നത്. അത് ഈ എക്സാം അടുക്കാറാവുമ്പോഴാണ് അത് സ്പൈക്ക് ചെയ്ത് വരുന്നത്. മിക്ക ആസ്പിരൻസിന്റെ ഇടയിൽ അത് സ്പൈക്ക് ചെയ്യുന്നത് എക്സാം എടുക്കാറാവുമ്പോഴാണ്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ? അതിനെ അഡ്രസ് ചെയ്യാനുള്ള ഏക മെത്തേഡ് എന്ന് പറയുന്നത് എക്സാമിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, പ്രിലിംസിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതൊന്ന് പാസ്സായി എടുക്കുക. ഒരു തവണ പ്രിലിംസ് പാസ്സായാൽ പിന്നെ ആ ഭയം ഉണ്ടാകുക. പ്രിലിംസിനോടുള്ള ഭയം മാറും. അപ്പൊ പ്രിലിംസിനോടുള്ള ഭയം മാറിയാൽ ഒരു 1/3 ഓഫ് ദ പ്രോബ്ലം തീർന്നല്ലോ. പിന്നെ അടുത്ത മെയിൻസ് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ മെയിൻസിന്റെ കേസിൽ ഇത് തന്നെയാണ്. മെയിൻസും ഇതുവരെ പാസ്സാവാത്തത് കൊണ്ടല്ലേ, ഒരു തവണ പോലും പാസ്സാവാത്തത് കൊണ്ടാണ് അതിൻ്റെ അകത്തും ഈ പറയുന്ന പല ആളുകൾക്കും മെയിൻസിനെ പേടി വരുന്നത്. ശരി. അപ്പൊ ഈ ഓരോ ലെവലിലും ആ എക്സാമിനെ എങ്ങനെയാണ് ശരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്റെ പ്രശ്നം എന്താണെന്നൊരു മെന്ററിന്റെ അടുത്ത് ഇരുന്ന് അങ്ങ് സംസാരിച്ചാൽ, നമ്മളിവിടെ മെന്റർഷിപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികളായിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആ കുട്ടീനെ ഒരു 1, 2, 3 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ അവനെ മനസ്സിലാകും, അവന്റെ ഒരു പൊട്ടൻഷ്യൽ എവിടെ, അവന്റെ ഇഷ്യൂസ് എന്തായിരിക്കും എന്നൊക്കെ പല ലെവലിൽ വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ അത് ഓരോന്നും അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ if he wills, he can address that issues. And of course, he can എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിന്റെ ഓരോ ലെവലും ഘട്ടമായിട്ട് കടന്നു പോകാം. സാർ ഇപ്പം ട്രിവാൻഡ്രത്ത് എല്ലാ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതായത് ഓൾമോസ്റ്റ് എല്ലാത്തിലും. അപ്പം സാറിന് ലെജൻഡറി IAS മെന്റൽ വരികയും ഇവിടെ സാറിന് ഒരു ഡിഫറെന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാറിന് എന്തായാലും ഒബ്വിയസ്ലി കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം എന്താണ് സാർ ഇവിടെ ഡിഫറെന്റ് ആയിട്ട് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ചുകൊണ്ട് സാറിന് കുറച്ചുകൂടെ ഒന്ന് ഗ്രാസ്പ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അതായത് ഇവിടെ വരുമ്പോൾ സാറിന് എന്താണ് കുറച്ചുകൂടെ ബെറ്റർലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, സാറിന്റെ തന്നെ കുറെ കൺസെപ്റ്റ്സ്, അത് ഏതൊക്കെയാണ്? അങ്ങനെ ചോദിച്ചാല് മെന്റർഷിപ്പ് എന്ന് പറയുന്ന, ആസ് എ മെന്റർ ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെയാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത്, ബാക്കിയുള്ള എല്ലായിടത്തും എനിക്ക് ആക്ച്വലി മെന്റർഷിപ്പ് കൈൻഡ് ഓഫ് ഒരു പ്രൊഫഷൻ പോലെയാണ്. ഓക്കെ, അത് നമുക്കൊരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ടാവും. ആ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ പല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻസിനെ വിളിക്കാനാണെങ്കിലും ചിലപ്പോൾ ഒരു
10 മിനിറ്റ് ഒരു കോൾ ചെയ്യണം, മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വീക്കിലി ഒരു ഇത് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രൊഫഷണൽ, പക്കാ പ്രൊഫഷണൽ. അപ്പൊ അതൊരു ജോബ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടേതായ രീതിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ നമുക്കൊരു ടൈം ഫ്രെയിം ഒന്നുമില്ല. ഒരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് ഒരു പ്രശ്നം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ ഇന്ന സമയം വരെ നമ്മൾ സംസാരിക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പൊ ആക്ച്വലി അതൊരു രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഒരാളായിട്ട് സംസാരിച്ച് അവന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള പരിപാടിയാണ്. അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ ആക്ച്വലി അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരിക്കും മെന്റർഷിപ്പ്. മെന്റർഷിപ്പ് എന്ന് പറഞ്ഞത് അങ്ങനെ വേണം, എന്നാലേ കുട്ടികൾക്ക് ഗുണമുള്ളൂ. ഓക്കെ, ടൈം ഫ്രെയിം ഇല്ലാതിരിക്കുന്നത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ. യെസ്. ഓക്കെ. പിന്നെ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്, ഈ ടൈം ഫ്രെയിം ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റുഡൻസിന് ഒരു ടൈം ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നില്ല. ദേ ക്യാൻ കോൺടാക്ട് അസ് എനി ടൈം. പാതിരാത്രി വരെ എന്നെ വിളിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ രാവിലത്തേക്ക് കാണാമെന്ന് പറയാറുള്ളൂ, കാരണം ഉറങ്ങണമല്ലോ. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസിന് നമ്മൾ ഒരു സമയം വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കാണാം. ഓക്കെ. എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ഇപ്പൊ മണിക്കൂറോളം ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡന്റിന് വേണ്ടി ഞാനെന്നല്ല എല്ലാ മെന്റേഴ്സും ഓരോ സ്റ്റുഡൻസിന് വേണ്ടി ചിലപ്പോൾ മണിക്കൂറോളം ചെലവഴിച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അതിന്റെ റിസൾട്ട് നമ്മൾ അവരിൽ കാണാറുമുണ്ട്. പിന്നീട് വരുന്ന ഈ നമ്മുടെ ടെസ്റ്റ് സീരീസുകളൊക്കെ നടത്തുമ്പോൾ അവരുടെ ആ ഇഷ്യൂ അവർ റെക്ടിഫൈ ചെയ്ത സ്റ്റുഡൻസ് ഗ്രാജുവലി കയറി വരുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ഇവിടെ മെന്റർ എന്ന് പറയുന്നത് വെറും ഒരു അക്കാഡമിക് മെന്റർ മാത്രമല്ല, ഹോളിസ്റ്റിക് ആയിട്ട് ഇമോഷണൽ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ നേരത്തെ പാസ്സായി പോയിട്ടുള്ള റോജ മാമും പറഞ്ഞതല്ലേ, അത് നമുക്ക് ത്രൂ ഔട്ട് ദ ജേർണി ഇമോഷണലിയും അതുപോലെ തന്നെ അക്കാഡമിക്കലിയും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലാണ് അല്ലേ? ആക്ച്വലി അത് ശരിയാണ്. കാരണം നമ്മളിപ്പോ മെന്ററിന്റെ ഒരു ജോലി മാത്രമല്ല പലപ്പോഴും ചെയ്യാറ്. നമ്മളിപ്പോ ഒരു തെറാപ്പിസ്റ്റിന്റെ പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട്, സൈക്കോളജിസ്റ്റിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാരണം ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്യൂസ് ഉണ്ട്. അത് അക്കാഡമിക്സിൽ മാത്രമായിരിക്കില്ല, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ടാവും. ആ പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പോൾ അവരുടെ സ്റ്റഡീസിന് ഒരു ഹിൻഫ്ലുവൻസ് ആയിട്ട് നൽകുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഉള്ള പല ഇഷ്യൂസും അവിടെ റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മെന്റേഴ്സ് ആയിട്ട് സംസാരിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മളതിന് പലപ്പോഴും സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് പറയാറുണ്ട്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് പറയാറുണ്ട്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിനനുസരിച്ച് ലൈഫിൽ ചേഞ്ചസ് വരുത്തുകയും ചെയ്യുന്നവർക്ക് ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ദം. സോ താങ്ക് യു സർ, ലെറ്റ്സ് വൈൻഡ് ഇറ്റ് അപ്പ്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഇത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡായിട്ട് ഉടനെ കാണാം. ഓക്കെ.